Welcome to Learning for All. Hi students. അപ്പോൾ ഇന്നത്തെ ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ pth term is q in an AP എന്ന് പറഞ്ഞാൽ Arithmetic Progression. pth term is q and qth term is p. Then what is mth term? എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ p plus q minus m. pth term is q and qth term is p. What is mth term? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇനി ഞാൻ പ്രോബ്ലം ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് എങ്ങനെ ഇക്വേഷൻ വന്നു എന്ന് പറയാം. ആദ്യം തന്നെ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ബോറടിക്കും. അപ്പോൾ ആദ്യം പ്രോബ്ലം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം. ഇഫ് സിക്സ്ത് ടേം ഓഫ് ആൻ AP is 36, 36th term is 6, find 50th term. അപ്പോൾ ക്വസ്റ്റ്യനിൽ AP എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സിക്സ്ത് ടേം ഇസ്, ദാറ്റ് ഈസ് pth term is 36. സിക്സ്ത് ടേം ഇസ് 36 ആൻഡ് qth term is p. അപ്പോൾ നമുക്ക് qth term is 6 അല്ലേ? സിക്സ്ത് ടേം ഇസ് 36, 36th term is 6. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് p പ്ലസ് q മൈനസ് m. ഇവിടെ p എന്താണ്? 6 ആണ്. q എന്താണ്? 36 ആണ്. m എന്താണ്? 50th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ആണ്. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യാം? 6 പ്ലസ് 36 മൈനസ് 50. ആൻസർ ഈസ് 36 പ്ലസ് 6 42, 42 മൈനസ് 50 മൈനസ് 8. എത്ര ഈസി ആയിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇവിടെ തന്നിരിക്കുന്നത് 2021, അതായത് T 2021 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2021 ടേം ആണ് 1000 അല്ലേ? അപ്പോൾ P ഈസ് 2021. ഇനി 1000th ടേം ആണ് 2021. അപ്പോൾ Q എന്താണ്? 1000 ആണ്. എൻ്റെ ഒപ്പം തന്നെ ചെയ്തു നോക്കൂ, നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 2200. അപ്പോൾ M 2200. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് p പ്ലസ് q മൈനസ് m. 2021 പ്ലസ് 1000 മൈനസ് 2200. നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ഈസ് 1821. സിമ്പിൾ കാൽക്കുലേഷൻ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇക്വേഷൻ എങ്ങനെ വന്നതെന്നുള്ള ലോജിക്ക് നോക്കാം. ഇൻ ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ APയിൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം ആണ്, d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് ആണ്. ഇനി നമുക്കറിയാം pth ടേം ഈസ് q, അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. pth ടേം ഈസ് q, qth ടേം ഈസ് p. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. pth ടേം എന്ന് പറയുമ്പോൾ a പ്ലസ് p മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു q അല്ലേ? നമുക്കിത് എക്സ്പാൻഡ് ചെയ്താൽ a പ്ലസ് പി ഡി മൈനസ് ഡി ഈക്വൽ ടു ക്യൂ. ഓക്കെ, ഇനി qth ടേം ഇസ് p. അപ്പോൾ a പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു p. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ a പ്ലസ് ക്യൂ ഡി മൈനസ് ഡി ഈക്വൽ ടു p. അപ്പോൾ നമുക്ക്, ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ എടുത്തെഴുതാണ്. a പ്ലസ് ക്യൂ ഡി മൈനസ് ഡി ഈക്വൽ ടു p. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2. നമുക്ക് 1 മൈനസ് 2 ചെയ്യാം. 1 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ a മൈനസ് a 0 ആണ്. p d മൈനസ് ക്യൂ ഡി ഈക്വൽ ടു മൈനസ് ഡി മൈനസ് മൈനസ് ഡി, അപ്പോൾ അത് 0 ആയി. ക്യൂ മൈനസ് പി, ഡി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡി ഇൻറ്റു പി മൈനസ് ക്യൂ ഈക്വൽ ടു ക്യൂ മൈനസ് പി. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ മൈനസ് പി ഡിവൈഡഡ് ബൈ, ഇതിന് ഞാൻ ക്യൂ മൈനസ് പി ആക്കാൻ വേണ്ടിയിട്ട് മൈനസ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ക്യൂ മൈനസ് പി. അപ്പോൾ ഡിയുടെ ആൻസർ ഈസ് മൈനസ് 1. അങ്ങനെയാണ്. ഇനി നമുക്ക് എ കണ്ടുപിടിക്കാം. നമുക്കറിയാം എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി, pth ടേം ഈസ് ക്യൂ ആണ്. അപ്പോൾ നമുക്ക് എ കണ്ടുപിടിക്കാൻ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി മൈനസ് 1 കിട്ടി. a plus p minus 1 into minus 1 equal to q. It is a
ഈക്വൽ ടു ക്യൂ മൈനസ് പി ഇവിടെ വരുമ്പോൾ പ്ലസ് പി ആവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 ആണ്, അതിവിടെ വരുമ്പോൾ -1 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്, mth ടേം ആണ് നമുക്ക് അറിയേണ്ടത്. ദറ്റ് ഈസ് a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് അറിയേണ്ടത്. a നമുക്ക് എന്താണെന്നറിയാം, q പ്ലസ് പി മൈനസ് 1, m മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് 1 ആണ്. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ q പ്ലസ് പി മൈനസ് 1 മൈനസ് m പ്ലസ് 1, -1ഉം +1ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ ഈസ് q പ്ലസ് പി മൈനസ് m. അങ്ങനെ നമ്മൾ നേരത്തെ നോക്കി വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ കിട്ടി. pth ടേം ഇസ് q, qth ടേം ഇസ് p ആണെങ്കിൽ mth ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ p പ്ലസ് q മൈനസ് m. ഇതാണ് ഇതിൻ്റെ പിന്നിലെ ലോജിക്. ക്ലിയർ? എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. Thank you.